അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ബഹുമാനപ്പെട്ട കാരണവന്മാരെ, മറ്റു എൻ്റെ സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, അപ്പോൾ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്തിനാ എല്ലാവർക്കും അറിയും? ആർക്കും അറിയില്ല? നേരത്തെ പതാക പിടിച്ച് നമ്മൾ മുദ്രാവാക്യമൊക്കെ നടത്തിയില്ലേ? എന്തിനാ ആർക്കെങ്കിലും അറിയോ? എന്ത് റിപ്പബ്ലിക്കോ? റിപ്പബ്ലിക് 1950 47 സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷം 1950 BR അംബേദ്കർ എന്നുള്ളൊരു ഇന്ത്യയിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, ഒരു മുതിർന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഭരണഘടന കീഴിൽ 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യയിലെ പൗരന്മാരായിരുന്നെങ്കിലും ഇന്ത്യയിലെ കുട്ടികളും ഇന്ത്യയിലെ പൗരന്മാർ, ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും എങ്ങനെ ജീവിക്കണമെന്നും അവർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്, അവർക്കുള്ള മൗലിക അവകാശങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കിയ ഒരു ഭരണഘടന 1950 നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു ഭരണഘടന ഉണ്ടാക്കിയ ദിവസത്തിന്റെ 75 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. അപ്പോ ഈ ഭരണഘടന കുറിച്ചിട്ട്, അതായത് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും അറിയില്ലേ? ഇന്ത്യ എന്നുള്ളത് ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണ്. അങ്ങനെ പലർക്കും ഇന്ന് ഇന്ത്യയിൽ ജീവിക്കണ പലർക്കും പല കാഴ്ചപ്പാടാണ് ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നത്. കാരണം ഒരു വിഭാഗം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണെന്ന്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് നമ്മളെ മുസ്ലിം സമുദായത്തിന് നേരെ, മറ്റു ക്രൈസ്തവ വിഭാഗത്തിന് നേരെ, മറ്റു ജൈന മത, ബുദ്ധമത, അങ്ങനെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അടിച്ചമർത്തലുകൾ, അവർക്ക് നേരെ അവരുടെ അവകാശങ്ങൾക്കെതിരെ അവരെ ആക്രമിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു സമ്പ്രദായമാണ് ഇന്ന് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കേണ്ട രാജ്യത്തിന്റെ അധികാരികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന്, മതേതരത്വ രാജ്യമാണെന്ന് നമ്മളിപ്പോഴും വിശ്വസിക്കേണ്ടതുണ്ടോ? ഇത്രയും അക്രമങ്ങൾ, അതായത് ഭരണഘടന നിലവിൽ നമുക്ക് എല്ലാവിധ അവകാശങ്ങളും തരുന്നുണ്ട്, ഭരണഘടന നിലവിൽ. പക്ഷെ ആ അവകാശങ്ങളൊന്നും നമുക്ക് ഇപ്പോ കിട്ടുന്നില്ല. പലതും മാറ്റിവെക്കുകയാണ്, പലതും നമ്മൾക്ക് ഇന്ന് അടിച്ചമർത്തിക്കൊണ്ട് നമ്മളെ ഈ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോഴും ഇന്ന് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന്, മതേതരത്വ രാജ്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഭരണഘടനയ്ക്ക് ആദ്യം ഒരു രാജ്യത്തിന്റെ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. അല്ലെങ്കിൽ ഈ ഒരു അധികാരത്തെ തെരഞ്ഞെടുക്കേണ്ടത്, അധികാരികളെ തെരഞ്ഞെടുക്കേണ്ടത്, രാജ്യത്തിന്റെ ഒരു ഭരണഘടനാ സംവിധാനം കൊണ്ടുപോകേണ്ടത് ജനങ്ങളാണെന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ട്. അതാണ് ഭരണഘടനയിൽ എഴുതപ്പെട്ടുള്ളത്. പക്ഷെ അത്തരത്തിലല്ല ഇന്ന് പോകുന്നത്. ഇന്ന് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സംവിധാനങ്ങളോ, അല്ലെങ്കിൽ പണമുള്ളവരും, അല്ലെങ്കിൽ അധികാരമുള്ളവരും, അല്ലെങ്കിൽ സ്വാധീനമുള്ള ആൾക്കാരുമാണ് ഇന്ന് അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളെ ഇന്ന് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്ന ആ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ സമകാലിക രാജ്യത്ത് ഭരണഘടന ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്ത് കഴിക്കണമെന്നും എന്ത് വസ്ത്രം ധരിക്കണമെന്നും ഏതൊരു ജീവിതത്തിലൂടെയാണ് പോകേണ്ടതെന്നുള്ള സ്വയം അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ അവകാശങ്ങളൊക്കെ ഇന്ന് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഹോദര്യം, നമ്മളെ ഇന്ത്യൻ പൗരന്മാർക്കിടയിൽ സാഹോദര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയും. കാരണം എല്ലാ മതങ്ങൾക്കും, എല്ലാ വിശ്വാസികൾക്കും, എല്ലാ വിഭാഗങ്ങൾക്കും ഒരുമിച്ച് കഴിയാനുള്ള ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ആ ഒരു അന്തരീക്ഷത്തിനെതിരായിട്ടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുറേയധികം ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് നടക്കാൻ പാടില്ലാത്ത കുറേയധികം കലാപങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്. കുറേയധികം അക്രമങ്ങൾ, ഇപ്പോ ഗുജറാത്ത് കലാപങ്ങൾ പോലെ കുറേയധികം കലാപങ്ങൾ. ആ കലാപങ്ങളിൽ എന്ത് കഴിക്കണമെന്നും എന്ത് മതം സ്വീകരിക്കണമെന്നും എന്ത് വസ്ത്രം ധരിക്കണമെന്നും അവകാശമുള്ള ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ആയതിന്റെ പേരിൽ, ബീഫ് കഴിച്ചതിന്റെ പേരിൽ ബലാത്സംഗത്തിന് ഇരയായ കൗസർ ബാനുവിന്റെ കഥ, സ്വന്തം
2 മാസം പ്രായമുള്ള തന്റെ കുട്ടിയെ വയറ്റിൽ വെച്ചിട്ട് ആ ഗുജറാത്തിന്റെ തെരുവീതികളിൽ ശൂലത്തിലേറിക്കൊണ്ട് രക്തസാക്ഷിയാവേണ്ടി വന്ന കൗസർ ബാനുവിന്റെ കഥ. അതുപോലെ തന്നെ സ്വന്തം വീട്ടിലേക്ക് ഇരച്ചു കയറി വന്ന RSSന്റെ അധികാരികളോട് തിരിച്ചൊന്നും പറയാനാവാതെ മൗലികാവകാശങ്ങളും ജനാധിപത്യവും മതേതരത്വം ഒക്കെ നിലകൊള്ളുന്ന ഈ ഇന്ത്യ രാജ്യത്ത് അത്രയും അവകാശങ്ങൾ നിലകൊള്ളുമ്പോൾ തിരിച്ചൊന്നും പറയാൻ കഴിയാതെ അവരുടെ ബലാത്സംഗത്തിനും അവരുടെ പീഡനത്തിനും ഇരയാകേണ്ടി വന്ന ബിൽക്കീസ് ബാനുവിനെ പോലെയുള്ള ഒരുപാട് സഹോദരിമാരുടെ കഥ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഈ കേരളീയ ഈ ഒരു സൗത്ത് ഭാഗത്തുനിന്നും അധികം നമുക്ക് ഉണ്ടാവില്ല. കാരണം ഉത്തരേന്ത്യയിലാണ് ഇത് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷം ഇന്ന് നിലവിൽ നമുക്ക് അടുത്തേക്ക് എത്തിയിട്ടില്ല. പക്ഷെ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം ആവുന്നതിന് മുമ്പ് 1925 ഇതിനായിട്ട് വേണ്ടിയുള്ള അജണ്ടകളും മറ്റും ഒരു ഭരണഘടനയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ രാജ്യം ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തെ സ്വതന്ത്ര രാഷ്ട്രത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള പല അജണ്ടകളും മുമ്പിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലും ഇത്തരം ആളുകൾ ഭരണഘടനയും അധികാരവും സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ അല്ലെങ്കിൽ മറ്റു അധികാരികളാകട്ടെ അവർ കയറി വരികയും നാളെ നമ്മുടെ മക്കളെയും നമ്മുടെ പെങ്ങന്മാരെയും നമ്മുടെ ഭാര്യമാരെയും ബലാത്സംഗത്തിനും മറ്റു അക്രമത്തിനും ഇരയാക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മളിൽ തന്നെയാണ്. കാരണം മതന്യൂനപക്ഷങ്ങളിൽ അവര് നമുക്ക് മുമ്പിലുള്ള ശത്രുക്കള്, നമുക്ക് മുമ്പിലുള്ള അധികാരികളെ ഏറ്റവും കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് 1947 നമ്മൾ എതിരേണ്ടി വന്നത് മറ്റേ വിദേശ ശക്തികളായ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളാണെങ്കിൽ ഇന്ന് സ്വദേശികളായ ഈ അധികാരികളെയായിരിക്കും. കാരണം അന്ന് 1947 ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ വന്നപ്പോൾ എതിരിടേണ്ട ആൾക്കാരെ എതിരാതെ മാറി നിന്നപ്പോൾ അല്ലെങ്കിൽ നിശബ്ദരായി നിൽക്കാതെ പോരടിക്കേണ്ട ആളുകൾ മാറി നിന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ അധികാരികളുടെ ഷൂ നക്കിക്കൊണ്ട് മാറി നിന്നപ്പോൾ സ്വന്തം ബലം നോക്കാണ്ട് സ്വന്തം ആളുകളുടെ ആയുധവും ബലവും നോക്കാണ്ട് വിശ്വാസത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തെ ആയുധമാക്കി പോരാടിയ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. ആ മുസ്ലിം സഹോദരങ്ങളെ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സമകാലിക ന്യൂനപക്ഷങ്ങളിൽ സമകാലിക സാമൂഹിക മത സമൂഹങ്ങളിൽ അവര് തീവ്രവാദികളെന്നും അവര് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തില് വിദ്വേഷങ്ങളും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ട് പ്രകാരം 70% ആളുകളാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രം 70% ആൾക്കാർ. അപ്പോ ഒരു സിംഹഭൂരിപക്ഷം ആൾക്കാർ വരുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. എന്നിട്ടും ആ ഒരു സമുദായത്തെ മൊത്തം ഇവിടുന്ന് ആട്ടിപ്പുറത്താക്കാനുള്ള അവരുടെ അവകാശങ്ങൾ ലംഘിപ്പിക്കാനുള്ള അവരുടെ അവകാശങ്ങൾക്കെതിരെ ഒരു നീക്കുപോക്കുകളൊക്കെ ഒരു നിയമ നടപടികളൊക്കെ ഇന്നത്തെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നാളെ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സമൂഹങ്ങളിലേക്കും ഈ ഒരു വൻ ഭീഷണി നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അധികം വേണ്ട ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു മതേതര രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. നമുക്കറിയാം, ഫലസ്തീൻ സമുദായം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അധിനിവേശങ്ങൾക്കെതിരായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് ഫലസ്തീൻ സമുദായം എന്നുള്ളത്. 75 വർഷത്തോളം സ്വന്തം നാട്ടില് കുടിയേറ്റക്കാരായിട്ട് നമുക്കറിയാം, ഒരു രാത്രി ഒരു ഉമ്മ തന്റെ മക്കളെ കിടത്തി ഉറക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ നീക്കുമ്പോൾ ആ കുട്ടി കെട്ടിടത്തിലാണെങ്കിൽ ഷഹീദായി എടുക്കുകയാണ്. ഒരു മക്കള് തന്റെ വാപ്പാനെയും ഉമ്മാനെയും സ്നേഹത്തോടുകൂടി ചുംബനങ്ങൾ നൽകി പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ തിരിച്ചു വരുന്നത് കാണുന്നത് അവരുടെ മയ്യിത്തുകളായിരിക്കും. രോഗശമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ഇസ്രായേലിന്റെ സൈനികർക്ക് മുമ്പിൽ കേണപേക്ഷിച്ച് ആ റഫാ അതിർത്തിയിൽ നിന്നുള്ള ഒരുപാട് മാസങ്ങളും ഒരുപാട് വർഷങ്ങളും ഗസക്കാർക്ക്
കടന്നുപോയിട്ടുണ്ട്. അവസാനം ഈ 2 വർഷം മുമ്പാണ് തൂഫാൻ ലക്ഷം വന്നതും തുടർന്ന് പ്രതിരോധം നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഒരു ജനാധിപത്യ അവർക്കും ഒരു രാഷ്ട്ര ലംഘനം അല്ലെങ്കിൽ ഒരു നിയമ നടപടി അവർക്ക് കൃത്യമായി ഇല്ലാതെ അവിടെയും ഒരു അധിനിവേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിം സമുദായത്തിനും ഇന്നും നമുക്കുള്ള ആ ഒരു അവരെ പോലെയുള്ള ഒരു അനുഭവം നമുക്കും ഇന്ന് അകൽച്ചയില്ല. വൈകാതെ നമുക്കും ആ ഒരു അധിനിവേശവും ആ ഒരു ആക്രമണവും നമുക്കും വന്നു വീഴാം. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് ഇതെല്ലാം ഒരു പരീക്ഷണങ്ങളാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ. നിങ്ങൾ നാം കഠിനമായ വിശപ്പ് കൊണ്ടും ധനനഷ്ടം കൊണ്ടും ജീവനാശവും കൊണ്ടും പരീക്ഷിക്കും. അതിൽ ക്ഷമിച്ചു നിൽക്കുന്നവരൊക്കെയാണ് അള്ളാഹു സന്തോഷ വാർത്ത നൽകിയത്. അതുകൊണ്ട് തന്നെ ക്ഷമിച്ചു നിൽക്കുക, അതായത് സബ്ർ എന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്നുള്ളത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു അക്രമങ്ങൾ നേരിടുമ്പോൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട്, നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഈ ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ നമ്മുടെ ആലുംസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞാമതായും തുടങ്ങിയ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ അവരുടെ രക്തവും അവരുടെ ജീവനും ത്യജിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഈ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ, ഈ ഒരു ജനാധിപത്യ രാജ്യത്തെ, ഈ ഒരു മതേതരത്വ രാജ്യത്തെ അതിന്റെ യഥാർത്ഥ രാഷ്ട്രത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു യുവതലമുറയുടെ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ പുതുതലമുറയുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്. കാരണം നാളത്തെ രാഷ്ട്രത്തെ കെട്ടിപ്പിടിക്കേണ്ടത് അല്ലെങ്കിൽ നാളത്തെ രാഷ്ട്രത്തെ കയ്യിലേന്തിയിരിക്കുന്നത് ഇന്നത്തെ തലമുറയാണ്. ആ ഇന്നത്തെ തലമുറ ഇന്നത്തെ സമകാലിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ സംസ്കാരങ്ങൾ, LGBT, സൗവർഗ ലൈംഗികത തുടങ്ങിയ മറ്റു കാര്യങ്ങളിലൊക്കെ അടിമപ്പെടാതെ ഇത്തരം സ്വതന്ത്ര രാഷ്ട്രത്തിനുള്ള അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനുള്ള കൂറ് കാണിച്ചുകൊണ്ട് ആ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലേക്ക് പോകേണ്ട ഒരു കർത്തവ്യത്തിലേക്ക് എല്ലാ യുവതലമുറയിലെ എല്ലാ പ്രിയ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് കാംസ് ക്ലബിന്റെ വിദ്യാർത്ഥികളെ അതിനുവേണ്ട നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഒരു രാഷ്ട്രത്തെ പുനർനിർമ്മിക്കേണ്ട ഒരു രീതിയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു റിപ്പബ്ലിക് ദിന സന്ദേശം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. ജനാധിപത്യ രാഷ്ട്രത്തെ കൈവിടാതെ കൊണ്ട്, മതേതര രാഷ്ട്രത്തെ കൈവിടാതെ കൊണ്ട് ഈ ഒരു യഥാർത്ഥ ഇന്ത്യയെ നമുക്ക് പുതുക്കി പണിയേണ്ടതുണ്ട്. അതിൽ നിങ്ങളുടെ കരങ്ങൾ അത്യാവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.